പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടേ 5 മണിക്ക് പുറത്തേക്കൊക്കെ പോവുള്ളൂ. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കേട്ടോ. 5 മണിക്ക് എണീറ്റുള്ള കോലാഹലം. അത് കഴിഞ്ഞ് അവന് ക്ഷീണമാണ്. ഇത് ചുരുണ്ടുകൂടി കിടക്കുന്ന കണ്ടില്ലേ തണുത്തിട്ട്. അച്ഛൻ കിടക്കുന്നു, അവനും കിടക്കുന്നു. ഇനി അച്ഛൻ എണീറ്റാൽ അവൻ എണീറ്റുക. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അതുപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുക്കിംഗ് വീഡിയോയും കൂടെ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അല്ലേ പൊന്നോ, എനിക്ക് ഇങ്ങോട്ട് നോക്ക് പൊന്നോ. കണ്ണെന്ന് പറഞ്ഞ് വെറുതെ ചുരുണ്ടു കിടക്കും, കണ്ണടക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടേ 5 മണിക്ക് പുറത്തേക്കൊക്കെ പോവുള്ളൂ. അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഇരിക്കുന്നു, അത് പ്രാർത്ഥിച്ചിട്ടേ അച്ഛൻ പോവുള്ളൂ. അതാണ്. പോയിട്ട് വാ, മോർണിംഗ് പോയിട്ട് വാ. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുള്ളൂ. ലക്ഷ്മിയും ഗണേശനും ഉണ്ട്, അതാ അച്ഛൻ പ്രാർത്ഥിച്ചത് കേട്ടോ. ഇവിടെ ഭഗവാൻ ഇരിപ്പുണ്ട്, അതാ ഇവിടെയും പ്രാർത്ഥിച്ചത്. ഷാളും പൊതിഞ്ഞുള്ള കിടപ്പ് നോക്കൂ. അത് അച്ഛൻ താഴോട്ട് പോയിട്ടുണ്ട്, അതാണ് ഇവിടെ കിടക്കുന്നത്. താഴത്തെ ഫ്ലാറ്റിൽ പോകുന്ന കണ്ടിട്ടാണ് ഇവിടെ കാണാം. ആ ഷാള് മാറ്റുന്നില്ല. എൻ്റെ ഒരു ഷാള്. ഓ, നീ എന്താ പോന്നെ, ആ ഷാള് നിനക്ക് ജീവനാണോ? മോൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ ഞാനൊരു ഇച്ചിരി കുക്കിംഗ് വീഡിയോയും കൂടെ. അപ്പം മോന് ഇന്ന് കൊടുക്കുന്നത് പപ്പായ, ക്യാരറ്റ്, പരിപ്പ്, ബീൻസ് കേട്ടോ. അവന് വേണ്ടി വേവിച്ച് വെച്ചേക്കുന്നതാണ്. അവൻ്റെ ഇതെല്ലാം വെന്തിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ. അവൻ്റെതെല്ലാം വേവിച്ച് കേട്ടോ. ഇന്ന് അവന് സബ്ജി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബീൻസ്, ക്യാരറ്റ്, പപ്പായ ഞാനൊരു ചെറിയ പപ്പായ മൊത്തം വെച്ചിട്ടുണ്ട്. കുറച്ച് പരിപ്പ് അവർ. അപ്പോൾ ഈ കുക്കറിൽ തന്നെ ഞങ്ങൾ പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിന്ന് വെക്കുന്ന കറി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കറി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ കുക്കറിൽ നമ്മൾ പരിപ്പും പപ്പായൊക്കെ വെച്ചാണല്ലോ, ഇതും കൂടെ മാറ്റിയിട്ട് ഈ കുക്കറിൽ തന്നെ നമ്മളിന്ന് പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് വെക്കാൻ പോകുന്നത് സ്പീനാച്ചി കേട്ടോ. സ്പീനാച്ചി നല്ലവണ്ണം കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ചെനാഡാലും എടുക്കാം, അതായത് കടലപ്പരിപ്പും എടുക്കാം, തോരപ്പരിപ്പും എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് തോരപ്പരിപ്പ് എടുത്തേക്കണം, കടലപ്പരിപ്പ് ഗ്യാസ് കൂടുതലാണ് അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു 2 മൂടി സ്പീനാച്ചിയാണേ, പഴൻ ഷാഗാണ്. അപ്പോൾ ഇത് പഴൻ ഷാഗ് എടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കുള്ള ഇലകളും കച്ചട ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നല്ലവണ്ണം കഴുകിയിട്ടൊക്കെ അരിയണം കേട്ടോ. ചീത്ത ഇലകളും പിന്നെ ചെളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നല്ലവണ്ണം വലിയ പാത്രത്തിലൊക്കെ ഇലകൾ കഴുകിയിട്ട് വേണം, ഇതൊക്കെ തരം തിരിച്ചിട്ടൊക്കെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 കറിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പരിപ്പ് കറി പഴൻ ഷാഗ് വെച്ച് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കറിയാണേ. അതിന് വേണ്ടി ഞാനിത് 2 കൊല്ലമുളക്, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇടിച്ചത്, 2 ടൊമാറ്റോ, ഇത് ഇത്രയും കൊള്ളു കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കുക. അപ്പോൾ ഞാനിത് പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് കഴുകി ഞാൻ മോൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് ഇട്ട് കേട്ടോ. ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഈ ടൊമാറ്റോ ഒന്ന് ഇട്ട് ഉപ്പും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അടച്ചു വെക്കും കേട്ടോ. ഇന്നത്തെ കറി, ഇന്ന് 2 കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് മഞ്ഞൾപ്പൊടിയോ ഉപ്പും ഇട്ടിട്ട് ടൊമാറ്റോ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 2-3 സ്റ്റീം വരുമ്പോൾ വേവിച്ചെടുക്കും കേട്ടോ. നല്ലവണ്ണം വേവിച്ചെടുക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഇതിന് ഇച്ചിരി കായം വേണം, അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിപ്പ്, ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഇവിടെ ബംഗാളികൾ വെക്കുന്ന നല്ലൊരു കറിയാണ് കേട്ടോ പരിപ്പിൻ്റെ കൂടെ പഴൻ ഷാഗ്. പരിപ്പും ടൊമാറ്റോയൊക്കെ വെന്ത് കേട്ടോ. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് തീ കത്തിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കടുകെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കടുകെണ്ണയിലാണ് ഇന്ന് വെക്കുന്നത് എല്ലാം. അപ്പോൾ ഞാൻ കുറച്ച് കടുകെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകെണ്ണ ചൂടാവട്ടെ. അപ്പോൾ കടുകെണ്ണ കഴിക്കുമെന്ന് ചിലവർക്ക് ഭയങ്കര സംശയമുണ്ട്. കഴിക്കൊന്നുമില്ല. ഇതൊന്ന് ചൂടായി ഇതൊന്നൊരു ആവി പോലെ വരും കേട്ടോ. നമ്മുടെ കണ്ണ് നീറും. അപ്പോഴാണ് ആ കടുകെണ്ണയുടെ കയ്പ്പൊക്കെ അങ്ങ് പോകുന്നത്. ഇത് കണ്ടോ, കടുകെണ്ണ ചൂടായി അതിങ്ങനെ ആവിയായിട്ട് വരും. ഒരു ആവി
വരുമ്പോൾ അതിൻ്റെ ആ കടുകെണ്ണയുടെ ഇത് കൊണ്ടിട്ട് നമ്മുടെ കണ്ണൊന്ന് നീറാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഓർക്കണം ആ കടുകെണ്ണ നല്ലവണ്ണം തിളച്ചു, അതായത് ചൂടായി എന്ന്. ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ സാദാ ജീരകം ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. അതും ഇട്ട് ഒന്ന് ഇളക്കുക. എളുപ്പപ്പെട്ട കറിയാണ് കേട്ടോ. നമുക്കപ്പോൾ ചീരയൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്യും. നല്ല കറിയുമാണ്. പരിപ്പായിട്ട് ചപ്പാത്തിക്ക് ചോറിനും പറ്റിയ കറിയാണ്. എളുപ്പമുള്ള കറിയായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൊല്ലമുളക് എണ്ണയിൽ ഇട്ട് കൊടുക്കില്ല. നമ്മൾ ഈ സവാളയൊക്കെ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം കരിഞ്ഞ് പിടിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു മുളകിൻ്റെ ഒരു എരിവ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് താളിക്കുന്നത് പോലെയല്ല, ഇതിൻ്റെ കൂടെ ഇത് ഇട്ടിട്ട് നല്ല കറിയായിട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പീനാച്ചിയുടെ ടൈമാണ്. ഇപ്പോൾ ഈ 2 മാസം കഴിഞ്ഞാൽ സ്പീനാച്ചിയും പടൻ ശാകൊന്നും കിട്ടില്ല. ബാക്കിയുള്ള സാഗൊക്കെ കിട്ടും, പക്ഷേ ഇത്രയും ഫ്രഷ് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മേഥി സാഗ്, കടുക് ചീര, ഉലുവ ചീരയൊക്കെ. അപ്പോൾ ഉലുവ ചീരയൊക്കെ ഇട്ടുള്ള റൊട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം. അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊന്നൊരു ചുവന്ന കളറായിട്ട് വന്നപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചത്. അത്യാവശ്യമുള്ളവർ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, ഇല്ലാത്തവർ ഇടണ്ട. നല്ല കറിയാണ്. എന്നിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. കൂടുതൽ ഇട്ട് കൊടുക്കല്ലേ, ഒരു കുത്തലുണ്ടാവും മല്ലിപ്പൊടിയിലേക്ക്. കുറച്ച് എല്ലാ അത്യാവശ്യത്തിന്. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കായം ഇട്ട് കൊടുത്തു. കായം ഒരു പിഞ്ച് കായം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മുടി സ്പീനാച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചീര ഇട്ട് കൊടുത്തു, പടൻ ശാക്. ഇത് നല്ലവണ്ണം അതൊന്നൊന്ന് തകട്ടെ, അതായത് വഴണ്ട് വരട്ടെ. എന്നാലേ പിന്നെ സ്പീനാച്ചി എന്ന് പറയുമ്പോഴേ നമ്മൾ കഴുകുമ്പോൾ ഈ പലയിടത്ത് ഞങ്ങളിവിടെയൊക്കെ കൃഷി ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അത് ഒരുപാട് വെള്ളത്തിൽ കഴുകണം കേട്ടോ. കഴുകി നല്ലവണ്ണം വിടർത്തി കഴുകി അതിൻ്റെ മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞ് എടുത്ത് അതിൻ്റെ ഇടയിലൊക്കെ വേറെ ചീരകളും ഒക്കെ ഉണ്ടാവും, ചീത്തയും ഒക്കെ അല്ലാത്ത ചീരകളും പുല്ലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് നല്ലവണ്ണം വഴണ്ട് വരട്ടെ. ബാക്കി ചീര ഞാൻ വച്ചിട്ടുണ്ട്, അത് വേറൊരു കറിക്കാണ് കേട്ടോ. അത് എൻ്റെ മക്കൾക്കൊക്കെ പടൻ ശാക് ഭയങ്കര ഇഷ്ടം. 2-3 ദിവസമായി എൻ്റെ മോന്. ഞങ്ങൾ പടൻ ക്രീം, പടൻ ശാക് ക്രീം, പടൻ പനീർ എല്ലാം വെക്കാറുണ്ട്. ഒരു ദിവസം പല പനീരൊക്കെ വെച്ച് കാണിക്കുക. എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കും കേട്ടോ. ബംഗാളികളുടെയും ബീഹാറികളുടെയും. ഇത് നല്ലവണ്ണം ഒന്ന് ഒരു നുള്ളുപ്പിടുക. ആ ചീരയിൽ പിടിക്കണ്ടേ. അപ്പോൾ ചീര ഈ ഒരു ഇതിൽ വരുന്നത് നമ്മൾ അടച്ചു വെച്ച് കൊടുത്താൽ മതി ചെറുതീയിൽ. അപ്പോൾ നല്ലവണ്ണം വെന്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പടൻ ശാകായി കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, പരിപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുത്തു. ഇത് കണ്ടോ, പരിപ്പ് ചീരയും ഒന്ന് തിളക്കട്ടെ. ഉപ്പ് നോക്കണം, അത്യാവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ചീരയിലൊരു നുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ. ഒന്ന് വെള്ളമായിട്ടുള്ളവർക്ക് ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കുക, അല്ല ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുന്നുള്ളവർക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം. പിന്നെ പരിപ്പല്ലേ, നമ്മൾ ഇച്ചിരി തണുക്കുമ്പം തന്നെ ഇത് ചൂടോടെ കഴിക്കണതാണ് നല്ലത് കേട്ടോ. ചൂട് ചോറ് ഇതൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ കടലപ്പരിപ്പാണെങ്കിൽ കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം. ഞാൻ കടലപ്പരിപ്പ് ഇട്ടില്ല, തോരപ്പരിപ്പ് ഇട്ടത് കേട്ടോ. കാരണം ഇന്നലെയൊക്കെ കടലയൊക്കെ കഴിച്ചുകൊണ്ട് പാകത്തിനുള്ള ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ പരിപ്പിലിട്ട് വേവിക്കുന്നുണ്ട്, ചീരയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കി വേണം ഇടാൻ. എളുപ്പമുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത ഉജാലയ്ക്ക് ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് കറിയൊക്കെ കാണാൻ
ഇത് കണ്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുക. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് വേറൊരു കറി കാണിച്ചു തരാം കേട്ടോ. പരിപ്പ് അവിടെ കിടന്ന് വേകട്ടെ. വേകാനല്ല, ഒന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ അടുത്ത കറി എന്ന് പറഞ്ഞത് കത്തിരിക്ക, പഴൻശാക്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി മാത്രം, അതിൽ വെളുത്തുള്ളി ഇടൂലെ, കറുത്ത ജീരകം, ഒരു ചെറിയ ബേ ലീഫും എടുക്കും. അപ്പോൾ ചെറിയൊരു ബേ ലീഫ് ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട്. അപ്പോൾ പലരും ചോദിക്കും കേട്ടോ, തേജ്പത്ത എല്ലാത്തിനും അതിൻ്റെ ഒരു രസമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ബോഡി കേട്ടോ. ഇത് ചെറുവയറ്റിൻ പരിപ്പ് ഞാൻ ഇന്നാളും കാണിച്ചായിരുന്നു, അത് വേറൊരു വീഡിയോയിൽ. ഉഴുന്ന് പരിപ്പിൻ്റെയും കിട്ടും. അതായത് ഉഴുന്ന് പരിപ്പ് അരച്ച് നമ്മൾ ഉണക്കി വെക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെറുവയറ്റിൻ പരിപ്പിൻ്റെയും കിട്ടും. അതായത് മൂസരി ഡാൽ, ഒരു ചുവന്ന ഡാലുണ്ട്, അതിൻ്റെയും കിട്ടും. ഇതിപ്പോൾ ഉഴുന്ന് പരിപ്പാണ്. ഞാൻ ഉഴുന്ന് പരിപ്പിൻ്റെ മേടിക്കണം. അപ്പോൾ ഞാനത് വറുത്ത് വച്ചിരിക്കണം. ഇതിൻ്റെ പച്ച കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഇതിൻ്റെ പച്ച. ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ കടുകെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തതാണ്. പെട്ടെന്ന് വറുത്തെടുക്കും. ഇച്ചിരി എണ്ണ വലിക്കുന്നേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ഇടാണ്. ഇതാ ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എല്ലാ കറിക്കും ഇവിടെയുള്ളവരൊക്കെ ഇത് ഇടും. അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനിത് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം. പിന്നെ ഞാനതിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് മാത്രം, ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. അതിൽ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലിടും. ഒരു ഉരുളക്കിഴങ്ങ് അമരക്ക ഞാൻ എല്ലാം കഴുകി മുറിച്ച്, അത് കത്തിരിക്കയുടെ കൂടെ, ഇത് വേറെ കറിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അമരക്കയും കൂടെ ഒന്ന് മെഴുക്ക് വരട്ടെ. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ ഉരുളക്കിഴങ്ങ് അവോയ്ഡ് ചെയ്ത് കണക്കത് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്കത് ക്യാമറയിൽ തോന്നുന്നതേ ഉള്ളൂ വലുതായി. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ഇതിൻ്റെ പകുതി ഞാൻ ഈ കത്തിരിക്കയ്ക്ക് കറിയെടുക്ക് വേണ്ടി എടുക്കും. പകുതി ഞാൻ അമരക്കയുടെ. അപ്പം ഞങ്ങൾക്ക് കറി ഇന്ന് അമരക്കയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, വൈകനും പഴൻശാകും കറി, ദാല്. അപ്പോൾ ദാലിതേ നമ്മൾ ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ തീ കുറച്ചെടുത്ത്. നല്ല ടേസ്റ്റാട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കണേ നിങ്ങളെ പരീക്ഷിച്ച്. എല്ലാവരും, ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കുക്കിംഗ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. നമുക്ക് ഇച്ചിരി കാണിച്ച് ഡെയിലി ലൈഫിൻ്റെ എടുക്കുന്ന പോലെയല്ല. കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ എഡിറ്റിങ് എല്ലാം. അപ്പോൾ മോൻ്റെ വീഡിയോയിലേക്ക് ഇതും കൂടെ ഒന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡെയിലി നിങ്ങളുടെ അടുത്ത് കണ്ടൻറ്റൊക്കെ ആയിട്ട് വരണ്ടേ ഫ്രണ്ട്സ്, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലാക്കാം. നമ്മൾ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. കടുകെണ്ണയിൽ ഞാൻ ആദ്യം ബേ ലീഫ് ഇട്ടു, തേജ്പത്ത ഇട്ടു, ഇളക്കി, കറുത്ത ജീരകം കരിഞ്ഞ് പിടിക്കരുത്, മീഡിയം ഫ്ലെയിമിൽ. പിന്നെ കൊലമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, സവാള ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴൊന്ന് ഇതിലിടുന്നത് 1 ടീസ്പൂൺ ജീരകപ്പൊടിയും ഗരം മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ, വേറെ ഒന്നും ഇടുന്നില്ല. എന്നിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും കത്തിരിക്ക ഇട്ട് കൊടുക്കുന്നു. രണ്ടും ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കും. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കത്തിരിക്ക ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമുക്ക് പച്ചക്കറി എങ്ങനെ വേണമെങ്കിലും വെക്കാം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 മാസം പച്ചക്കറി, അതായത് ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാബേജ്, പിന്നെ ഇതുപോലത്തുള്ള പഴൻശാക്, ഇതൊക്കെ ഇവിടെ തണുത്ത സമയത്ത് നല്ലവണ്ണം വില കുറച്ച് കിട്ടണം. അപ്പോൾ നമ്മളത് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാം. പച്ചക്കറി ഏത് വിധത്തിൽ വെച്ചാലും കൊള്ളാം. ഇതൊന്ന് പതുക്കെ തീ കുറച്ചിട്ട് കരിഞ്ഞ് പിടിക്കാതെ ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി ജീരകപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ഇതിൻ്റെ മെയിൻ. അതിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി. ഇത് എണ്ണ ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. തീ കുറച്ചിടുമ്പോൾ നമ്മുടെ എണ്ണ അങ്ങനെ തന്നെ വന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം ആ പൊടികളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ആ സ്പീനാച്ച് ഇട്ട് കൊടുക്കും. ഇത് തന്നെ ഇതിൻ്റെ വേറെ ഒന്നും മസാലകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തീ കുറച്ച് അടച്ച് വെക്കട്ടെ. നമ്മൾ ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിന് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടാറില്ല. എന്നിട്ട് ഞാനിത് ഇട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് നമ്മളെ കഷ്ണത്തിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ഇച്ചിരി ഉപ്പിട്ട്, പിന്നെ ചീരയ്ക്ക് വേണ്ടി ഇതൊന്നും ഉപ്പൊക്കെ നോക്കി നോക്കിയിടണം കേട്ടോ. ഇട്ട് ഇളക്കിയതിന് ശേഷം
ഇതൊന്ന് അടച്ച് വെക്കും. അത് അവിടെ കിടന്ന് വേവും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ വറുത്ത് വെച്ചില്ലേ പൊടി, അതിൻ്റെ മുകളിൽ പൊടിച്ചൊന്നും ഇടില്ല കേട്ടോ. അങ്ങനെ തന്നെ ചെറുതല്ലേ, ഇത് വലിയ പൊടിയും കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ചെറുതാണ് മേടിച്ചത്. ഇതിങ്ങനെ ഒന്ന് അടച്ച് വെക്കും. അത്രയായിട്ട് അടച്ച് വെക്കട്ടെ. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ അവൻ വന്ന് ഇവിടെ കിടക്കുന്ന കേട്ടോ. കണ്ണൊന്നും അടച്ച് ഉറങ്ങുന്നതല്ല, കണ്ണ് തുറന്ന് തന്നെ കിടക്കുന്ന, വെറുതെ കിടക്കുന്ന തണുപ്പായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നു കണ്ടപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നു. കണ്ടോ, 5 മണിക്ക് എണീറ്റുള്ള കോലാഹലങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ ഫ്രണ്ട്. ഇത് കണ്ടോ കണ്ടോ കിടക്കുന്നതിന്. ഇന്ന് അച്ഛൻ അവധി, ചേച്ചി അവധി. ചേട്ടൻ ഒരു പിക്നിക്കിന് പോയിരിക്കുന്ന കേട്ടോ. അച്ഛൻ കിടക്കുന്നുള്ളതുകൊണ്ട് അവൻ വന്ന് കിടക്കുന്ന. അച്ഛൻ എണീറ്റാൽ അവനും എണീക്കും. അപ്പോൾ അവൻ്റെ പപ്പായും ക്യാരറ്റും വെജിറ്റബിളും പരിപ്പൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി തൈരും കിട്ടി അവന് ചോറ് കൊടുക്കും. പച്ചിച്ചു ഉറങ്ങുന്നില്ല, വെറുതെ കിടക്കുന്ന കേട്ടോ. എവിടെ പോവാനാ കൊച്ചു? അപ്പോൾ നമ്മുടെ കത്തിരിക്കയും ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്ത്. എന്നിട്ട് ഞാൻ ബോഡി പൊടിക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കും. അതങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് നല്ലവണ്ണം അത് താഴോട്ട് ഇറങ്ങും കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പാവയ്ക്കാണ്, ചെറിയ പാവയ്ക്കാണ്. അപ്പോൾ 2-3 പാവയ്ക്ക ഞാൻ സ്റ്റീം ചെയ്ത് ഇങ്ങോട്ട് എടുത്തു. അതായത് കുക്കറിലിടാം, അല്ലാതെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലിടാം. കഴുകി ഒരു മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം കേട്ടോ ഇത് വേവിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കയ്പ്പ് കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കയ്പ്പ് ചീരയൊന്നും രാത്രി കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് പല വിധത്തിൽ എടുക്കും കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള കുരു കളഞ്ഞിട്ട്, ഇതിപ്പോൾ ചൂടാണ്, കുരു കളഞ്ഞിട്ട് ഇത് നല്ലവണ്ണം മാഷ് ചെയ്ത് ഇതിനകത്ത് പച്ച വെളുത്തുള്ളി ഒരെണ്ണം അരിഞ്ഞിടാം, പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാം, എന്ത് വേണമെങ്കിലും ഇടാം, കൊത്തമല്ലി ഇടാം. പക്ഷേ കടുകെണ്ണ പച്ചക്കെണ്ണ ഒഴിക്കും കേട്ടോ, കഴിക്കൊന്നുമില്ല. ഇപ്പോൾ ഇച്ചിരി കയ്പ്പൊക്കെ ഉണ്ടാവും, പാവക്കയുടെ കയ്പ്പും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എല്ലാവരും നിൽക്കുന്ന ദിവസമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പാവക്കയൊന്നും നമുക്ക് രാത്രി കഴിക്കൂല, നമ്മളിവിടെ പാവക്ക രാത്രി കഴിക്കൂല, ചീര രാത്രി കഴിക്കൂല നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഉച്ചയ്ക്ക് കൊണ്ട് തീരണം, ഇല്ലേ പിന്നെ നാളെ ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയെന്ന്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇതെല്ലാം കുരുവെല്ലാം എടുക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് കുരു എടുത്തിട്ട്, കുരു കഴിക്കാൻ പാടില്ലേ, നമ്മൾ മെഴുക്ക് വരട്ടുമ്പോഴും പാവക്കട കുരു പാടില്ല, അത് ഗ്യാസും വയറ്റിന് കുരുവാണ്. എന്നിട്ട് ഇതിലേക്ക് ഇടുക, കാണിച്ചു തരാം. ഇതിന് കുഞ്ഞ് പാവക്ക ഇട്ട് കേട്ടോ, അത് നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുരുക്കളൊക്കെ എടുത്തു. അതിൽ നിന്ന് കുരുവൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇച്ചിരി ഉപ്പിടുക. ഞാൻ സവാളയും വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല, എല്ലാത്തിലും സവാളയും വെളുത്തുള്ളിയൊന്നും ഇടുന്നത് ശരിയല്ല. അപ്പോൾ ഞാനിത് 2-3 എടുത്തുള്ളൂ, ഒരുപാട് എടുത്താൽ കഴിക്കുകയൊന്നുമില്ല കേട്ടോ ആരും. ഇത് കഴിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ കറിയൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ പാവക്ക എല്ലാവർക്കും ഉരുട്ടി കൊടുക്കും. അപ്പോൾ അത് ആദ്യം ഒരു പിടി ചോറിൽ ആദ്യം കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും കഴിക്കുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കടുകെണ്ണ ഒഴിച്ചു കൊടുത്തു, പച്ചയ്ക്ക് കടുകെണ്ണ ഇച്ചിരി ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം ഇതെടുത്തിട്ട് മാഷ് ആക്കും. നമ്മൾ ഒന്നും കൂടെ വെന്ത് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അല്ല കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം. ഞാനൊന്ന് മാഷാക്കിയിട്ടിട്ട് ഇനി ഒന്ന് കൈ കൊണ്ടും കൂടെ നല്ലവണ്ണം പീച്ചി, അതാ എണ്ണയും ഉപ്പും നമ്മൾ സവാള ഇടുമെങ്കിൽ ആ സവാളയും എല്ലാം കൂടെ, എന്നിട്ട് ഇത് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് നല്ലവണ്ണം പീച്ച്, നമ്മൾ കൈയൊക്കെ നല്ലവണ്ണം കഴുകിയതാണ്, നല്ലവണ്ണം പീച്ചിട്ട് ഇത് ചിലവർ ഒരു പകുതി സവാള ഇടും, ഒരു പകുതി പച്ചമുളക് ഇടും. വേണമെന്നുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഇത് നമ്മൾ ചോറിന് കൊടുക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഇങ്ങനെ ഉരുട്ടിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഇച്ചിരി വച്ച് കൊടുക്കും കേട്ടോ. ഇത് ഇങ്ങനെ ഇച്ചിരി, ഇപ്പം നമ്മൾ 4 പേരുണ്ടെങ്കിൽ 4 ഉരുട്ടി കൊടുക്കും. അപ്പോൾ ഇവർ ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ, ഇത് ഒരു പിടി ചോറായിട്ട് കഴിക്കുക, അങ്ങനെയാണ് അതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഞാൻ കൈയൊക്കെ നല്ലവണ്ണം കഴുകിയതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റി കൈ കഴുകിയിട്ടാണ് വന്നത്. അപ്പോൾ മറ്റേൽ മാഷ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ശരിക്കും വരില്ല കേട്ടോ അതിൻ്റെ ഇതൊക്കെ. ഇത് കണ്ടോ,
അപ്പോൾ ഇത് ഇന്നത്തെ പാവയ്ക്ക പുഴുങ്ങിയത്. ഇത്രയാണ് നമ്മുടെ കറികൾ കേട്ടോ. അപ്പോൾ അതുമായി അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, എൻ്റെ ഹസ്ബൻഡൊക്കെ 5 കൊല്ലത്തിന് മുമ്പ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ICUയിലൊക്കെ കിടന്നത് ക്രിയേറ്റിനൊക്കെ കൂടി. അപ്പോൾ ഇങ്ങനത്തുള്ള പുഴുങ്ങിയ ഭക്ഷണങ്ങൾ സന്തുള പോലെയൊക്കെ കൊടുത്തു ഒരു 2 വർഷം അത് തന്നെ കൊടുത്ത് ഇപ്പോൾ ക്രിയേറ്റിനൊക്കെ ഭയങ്കര നോർമലാണ് കേട്ടോ. അദ്ദേഹത്തിന് ഒത്തിരി വയസ്സായിട്ട് ഇപ്പോഴും ജോലിക്ക് പോകുന്നു. 58 വയസ്സിൽ റിട്ടയർഡായിട്ട് പിന്നെയും ഇപ്പോൾ 10-15-16 കൊല്ലമായിട്ട് പിന്നെയും ജോലിക്ക് പോകുന്നത്. നമ്മൾ വീട്ടിൽ ഇരിക്കില്ല, കാരണം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രെയിനൊന്നും ആക്റ്റീവ് ആവില്ല, ശരീരം ആക്റ്റീവ് ആവില്ല, രോഗങ്ങൾ വരികയില്ല. അപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന എത്രത്തോളം ജോലി എടുക്കാമോ അത്രത്തോളം ജോലി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പരിപ്പ് പലക്ഷാകം കറിയായി, അമരപ്പയറും ഉരുളക്കിഴങ്ങും ഒരു പകുതി കത്തിരിക്കയും കൂടെ ഇട്ട് ഒന്നും ഇട്ടില്ല, വെറുതെ മെഴുക്ക് വരട്ടിയെടുത്തു കേട്ടോ. കൊല്ലമുളകും കടുകും കൂടെ ഇട്ട് മെഴുക്ക് വരട്ടിയെടുത്തു. പിന്നെ കത്തിരിക്കയും ഒരു ഇച്ചിരി ഉരുളക്കിഴങ്ങും ബോഡി അതിൽ കടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. സ്പീനാച്ചിയായിട്ട് നമ്മുടെ ജീരകപ്പൊടി ഗരം മസാലയൊക്കെ ഇട്ട് കറി, അതൊരു ബംഗാളി കറി. ഇതെല്ലാം ബംഗാളി കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെയൊക്കെ മലയാളികളിൽ ഉണ്ടാക്കാറുണ്ടെന്നറിയാം. പാവയ്ക്ക സ്റ്റീം ചെയ്ത് പുഴുങ്ങി പച്ച കടുകെണ്ണയും ഉപ്പും കൂടെ ഇട്ടത്. ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. അപ്പോൾ എൻ്റെ വിഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നും മോൻ്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.